കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഇവരോട്ട് വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ പോയിൻ്റാണ്. അതായത് പലപ്പോഴും നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്വർണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നത് പതിവാണല്ലോ. അങ്ങനെ അറ്റാച്ച് ചെയ്തത് പലപ്പോഴും കള്ളക്കേസുകളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കള്ളക്കേസിൻ്റെ പുറത്താണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെതിരെ ഭർത്താവിന് റിവിഷൻ അല്ലെങ്കിൽ അപ്പീൽ പോകുവാനായിട്ടുള്ള അവസരമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ യെസ് എന്നാണ്. അതായത് ഒരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളും ഒന്നുമില്ലാത്ത ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺസ് വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺസ് കോടതിനെ ബോധിപ്പിക്കുവാനായിട്ട് അപ്പീൽ അല്ലെങ്കിൽ റിവിഷൻ പോകുവാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള വഴികളും മറ്റുള്ള സംഭവങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.